അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മൾ വന്നിട്ടുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇന്നിപ്പം ഈ ഒരു മീറ്റിംഗിൽ പുതിയ ആൾക്കാരുണ്ടാവാം, അതേപോലെ ഓൾറെഡി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു അവസരത്തിലാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഒരു പ്രൊഫഷണൽ ട്രെയിനറോ അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാൽ അതേ സമയത്ത് ഈ ഒരു മൈലേജ് സ്റ്റൈൽ കരിയർ ഏറ്റെടുത്തിട്ട് എനിക്ക് ഏകദേശം ഈ ഒരു 4 വർഷവും പിന്നെ ഒരു ചില്ലറ മാസങ്ങളും, അതായത് ഏകദേശം 4 വർഷവും 2 മാസവും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ലൈഫിൽ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചെറിയ ചില എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗിൽ ആഗ്രഹിക്കുന്നത്. അത് ആർക്കെങ്കിലും ഒരു വാക്കെങ്കിലും പ്രചോദനമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അപ്പൊ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജീവനക്കാരനായിരുന്നു. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ടാർഗറ്റ്, പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു 5.5 വർഷത്തോളം വർക്ക് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടായിട്ടില്ല. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, MSc ബയോകെമിസ്ട്രി എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ബാങ്കിലേക്ക് ഒരു അവസരം കിട്ടുന്നത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു പഴയ സുഹൃത്ത് പ്രവീൺ എന്നുള്ള ഒരു സുഹൃത്ത് മുഖാന്തരം ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി എന്റെ ലൈഫിലേക്ക് കടന്നു വന്നു. അന്ന് പക്ഷെ പ്രധാനപ്പെട്ട വ്യക്തിയൊന്നുമല്ല. ആള് എനിക്ക് ഈ അവസരം പറഞ്ഞു തന്ന സമയത്ത് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിംഗിൽ ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോടോ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടുക, സാലറി വാങ്ങിക്കുക, മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അതിന്റെ കൂടെ ഒരുപാട് സ്വപ്നങ്ങൾ, അതിന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഇന്നിപ്പം ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, ഓക്കെ, പല മേഖലകളിലായിട്ട്. പക്ഷെ അതേ സമയത്ത് നമുക്കൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ 100% ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് എന്താണ്, ഒരു ജോലിയൊക്കെ തട്ടിമുട്ടി പോകുമ്പോൾ എന്തെങ്കിലും ഒരു വലിയൊരു അത്ഭുതം സംഭവിക്കും. അപ്പം സ്വപ്നങ്ങളൊക്കെ അങ്ങനെ യാഥാർത്ഥ്യമാവും എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം അന്ന് മൈൻഡിൽ ഉണ്ടായത്. അത്തരത്തിൽ എംപ്ലോയി മൈൻഡ് സെറ്റുമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വ്യക്തി ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ കടന്നു വരുന്നത്. കേട്ട സമയത്ത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, അന്ന് അദ്ദേഹം പ്രസന്റ് ചെയ്തപ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്കിത് നടക്കൂല, എന്നെ ഒഴിവാക്കിയേക്കും എന്ന് പറഞ്ഞു. അതിന് 2 പ്രധാന കാരണങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ പ്ലാൻ കേട്ട കൂട്ടറായിരിക്കും. ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാനിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഓർഗനൈസേഷൻ 1, 2 എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 4 വർഷത്തിന് മുന്നേ അല്ല, ഇപ്പോഴാണെങ്കിൽ പോലും പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറം ആൾക്കാരെ ചേർക്കുക എന്നുള്ളത്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. ആ ഒരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നപ്പം എനിക്കൊരു കാര്യം തോന്നി, ഒരു കാരണവശാലും ഇത് ഏറ്റെടുത്തിട്ട് കാര്യം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പ് പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ട് മുൻപ് കേട്ട് പരിചയമുണ്ട്. കാലക്കേടിന് ഭാഗ്യം കൊണ്ട് അതിനൊന്നും പോയി വീണിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഓക്കെ, നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പക്കാ കണ്ണൂരുകാരനാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒന്നിലും പോയി വീണിട്ടുണ്ടായില്ല. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യം കേട്ടപ്പോ, എന്റെ ഫാദർ ഒരു റിട്ടയർഡ് തഹസിൽദാറാണ്, അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ അതെല്ലാം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് പോകണ്ട, നേരെ മറിച്ച് ബാങ്കിലാകുമ്പോൾ 4 ആളോട് പറഞ്ഞു നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ജോലിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് കേട്ടപ്പം വേണ്ട എന്ന് തന്നെ ഓർത്തു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. കാരണം എന്നെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്നോട് പറയുന്നു, പേസ്റ്റ് വിറ്റാൽ 50 രൂപ, സോപ്പ് വിറ്റാൽ 25 രൂപ, അത് വിറ്റാൽ ഇത്ര പൈസ, ഇത് വിറ്റ ഇത്ര പൈസ, നിനക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ വിൽക്കാൻ അറിയാത്തവനോട് ഈ വിൽക്കുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു പെണ്ണ് പോലും വിൽക്കാൻ അറിയില്ല, 2 മാർക്കറ്റിൽ പോയിട്ട് വിലപേശാൻ പോലും അറിയില്ല. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ പോലും എത്രയാണ് പൈസ, 790 രൂപ. എന്നാൽ പിന്നെ 790 രൂപയും കൊടുത്ത് ഞാനിങ്ങ് പോരും. അപ്പൊ ഇനി 800 പറഞ്ഞിട്ട് 800 കൊടുത്തിങ്ങ് പോരും. നേരെ മറിച്ച് ഇത് എന്തെങ്കിലും കുറയോ എന്നുള്ള രീതിയിൽ ചോദിക്കാനുള്ള ഒരു മനോഭാവം പോലും, അല്ലെങ്കിൽ ആ ഒരു പേടിയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കൂ എന്നുള്ള ഒരു തോന്നലായിരുന്നു. പിന്നീടാണ് ആളെ മുഖമൊക്കെ വാടി. കാരണം നമ്മൾ റിജക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാറുമല്ലോ. അപ്പൊ അത്തരത്തിൽ മാറിയപ്പം ഫ്രണ്ടാന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചതാണ്, ഞാനിപ്പോ സത്യത്തിൽ എന്നാ വേണ്ടേ, എനിക്ക് ബിസിനസ് ഒന്നും നടക്കൂല, വേറെ എന്താ ഞാൻ ചെയ്യണ്ടേ? അപ്പൊ ആളെന്നോട് പറഞ്ഞു, നല്ല പ്രോഡക്റ്റ് ഉണ്ട്, നീ ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പൊ ആൾ എന്നിട്ട് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് മേശപ്പുറത്ത് നിരത്താൻ തുടങ്ങി. പേസ്റ്റ് കണ്ടു, അതേപോലെ 1-2 പ്രോഡക്റ്റുകൾ വേറെയും, നമ്മളെ ഡാൻഡ്രഫ് ഷാമ്പു അങ്ങനത്തെ സാധനങ്ങൾ. പേസ്റ്റ് എടുത്ത് നോക്കിയപ്പോ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഒന്നും കൊണ്ടല്ല, 180 രൂപ, 175 റുപ്യ തന്നു പേസ്റ്റിന്. അപ്പൊ ഞാൻ ഇന്നേ വരെയായിട്ട് എന്റെ ലൈഫിൽ 175 റുപ്യ കൊടുത്തിട്ട് പേസ്റ്റ് വാങ്ങിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു,
ഇത് എന്തെന്നാ ഇത് ഈ പേസ്റ്റിനുള്ളിൽ എന്താ ഉള്ളേന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു പല്ലുവേദനക്കെല്ലാം നല്ല പേസ്റ്റാണ്, പല്ലുവേദനക്ക് നല്ല റിസൾട്ട് തരും, അതേപോലെ പൊട്ടലും അങ്ങനത്തെ പ്രശ്നങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് എല്ലാം തരും. ഞാൻ പറഞ്ഞു അതിന് ഇത്രയും പൈസ വാങ്ങിക്കണോ? ഞാൻ വാങ്ങുന്ന പേസ്റ്റ്, ഞാൻ ആക്ച്വലി സെൻസോഡൈൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അതിന്റെ റേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായില്ല. കാരണം എനിക്ക് ഗം ബ്ലീഡിങ്ങിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, മോണയിൽ നിന്ന് ചോര വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഗം ബ്ലീഡിങ് തന്നെയാണ് ഞാൻ അതിനെ പ്രൊനൗൺസ് ചെയ്തത്. സ്വാഭാവികമായിട്ടും പിന്നെ ഞാൻ ചോദിച്ചു ഗം ബ്ലീഡിങ് മാറുമെന്ന് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞു മാറും, നീ ധൈര്യമായിട്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ആക്ച്വലി ആ കോൺഫിഡൻസ് തന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഒരു പേസ്റ്റ് എടുക്കാൻ തന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പേസ്റ്റ് സെലക്ട് ചെയ്യുന്നത്. എന്നാൽ അതേ സമയത്ത് ആ വില ഞാൻ വീണ്ടും ചോദിച്ചു, അല്ല അപ്പൊ ഇത് കുറക്കാൻ വേറെ വഴിയൊന്നുമില്ലേ എന്ന് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞു നീ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ, നീ ഇപ്പൊ ഏതാ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സെൻസോഡൈൻ. സെൻസോഡൈന് ഏകദേശം 70 ഗ്രാമിന് 142 രൂപയുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കി കാണാൻ പറ്റും. സെൻസോഡൈൻ ഇന്നലെ ഞാൻ നോക്കിയതാണ്, 70 ഗ്രാമിന് 215 രൂപയുണ്ട് സെൻസോഡൈനിന്റെ ഞാൻ ഉപയോഗിച്ചിരുന്ന വേരിയന്റ്. അത്രയും റേറ്റ് കൂടിയിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് നമ്മൾ പല ആൾക്കാരും, ഇപ്പൊ ഞനക്കൊക്കെ തോന്നിയിട്ടുണ്ട് വില കൂടുതലാണ്. എന്നാൽ അതേ സമയത്ത് ആൾ എന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ 150 ഗ്രാമിന് ഈ പൈസയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരിക്കും ആ വിലേന്റെ അന്തരം എനിക്ക് മനസ്സിലായി. എനിവേ അതൊന്നും ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമായി. എന്നാലും വാങ്ങിയ പേസ്റ്റ് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുകഴിഞ്ഞാൽ അത് ഉപയോഗിച്ചോ എന്ന് ഇന്നേ വരെ ഒരു കടക്കാരനും ചോദിച്ചിട്ടില്ല, ഇന്നേ വരെ എന്റെ ലൈഫ് ചോദിച്ചില്ല. പക്ഷെ ഇവിടെ ആ ഒരു പേസ്റ്റ് വാങ്ങി വീട്ടിൽ വെച്ചതിന്റെ അടുത്ത ദിവസം തൊട്ട് ഒരേ വിളിയാ, പേസ്റ്റ് ഉപയോഗിച്ചോ, രാവിലെ ഒരു വിളി, ഉച്ചക്കൊരു വിളി, രാത്രി ഒരു വിളി, ഒരേ വിളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വിളിയാണ്. അവസാനം ഞാൻ പറഞ്ഞു ഇവിടെ സെൻസോഡൈൻ തീരാൻ ബാക്കിയുണ്ട്, അത് തീർന്നിട്ടല്ലേ നമ്മൾ ഇത് ഉപയോഗിക്കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, മറ്റേ നീ തൽക്കാലം അവിടെ വെക്കൂ, എന്നിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങും. അങ്ങനെ മനസ്സോടെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നിയില്ല. ഗം ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണയിൽ നിന്ന് ചോര വരുന്ന പ്രശ്നമാണ്. ഈ പല്ല് തേക്കുന്ന സമയത്ത് ബ്രഷ് കെട്ടിയിട്ട് ചോര വരും. അപ്പൊ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ആളിങ്ങനെ വിളിച്ച് നിർബന്ധിച്ചപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഫീൽ ഒന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയത്, സാധാരണ നന്നായിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരുന്നിരുന്നു, പക്ഷെ ആ ബ്ലഡ് വരുന്നതിന് ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് മാറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം. മാത്രമല്ല പല്ലിനൊക്കെ ഒരു പ്രത്യേക ഉറപ്പ് വന്ന പോലെ ഒരു പ്രത്യേക ഫീൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. മാത്രമല്ല നല്ല ഫ്രഷ്നെസ് വായിലൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഗം ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കുറച്ച് നമ്മളിപ്പോ ഒരു രാവിലെ ഒരു 6:30 മണിക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചക്ക് ഒരു 12-12 ആകുമ്പോഴത്തേക്കും നമുക്ക് തുടങ്ങും. അതായത് വായൊരു ഫ്രഷ് ഇല്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ തോന്നും. അപ്പൊ അതൊക്കെ മാറിയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്രഷ് ഫീലിംഗ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ആ പ്രൊഡക്റ്റിന്റെ ആ ഒരു സവിശേഷത്തെ പറ്റി മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതേ സമയത്ത് ഈ വ്യക്തി നിരന്തരം വിളിച്ചുകൊണ്ടുണ്ട്, നീ പറ്റുന്നുണ്ടെങ്കിൽ കണ്ണൂര് ഒരു പരിപാടി ഉണ്ട്, അതിന് വരണം, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും. പക്ഷെ ഞാൻ പോവില്ല, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാകും. കാരണം എനിക്ക് ഈ ബിസിനസ്സോടൊന്നും താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ആ പേസ്റ്റിൽ വന്നിട്ടുള്ള റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ട് അട്രാക്ഷൻ ആയി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേസ്റ്റിന്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കും എന്റെ പേസ്റ്റ് ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ടായിരുന്നു, പകുതിയും കഴിഞ്ഞിരുന്നു. അപ്പോ എനിക്ക് അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയായി. അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു 6 പേസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ഒന്നല്ല 6 പേസ്റ്റ് വേണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നിങ്ങളാണെങ്കിൽ എന്തായാലും തുള്ളിച്ചാടിയിട്ടുണ്ടാവും. കാരണം നിങ്ങളെ കൈമെന്ന് ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ട് പോയ ഒരു സുഹൃത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഒരു 6 പേസ്റ്റ്, ഒരു 1/2 ഡസൻ എന്നുള്ള രീതി ഞാൻ ഉദ്ദേശിച്ചത്, ഒരു 6 പേസ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യന്തം സന്തോഷവാനായിരിക്കും. പക്ഷെ ആ വിളിയിൽ ഒരിക്കലും നിങ്ങൾ സന്തോഷവാൻ ആവരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറൊന്നല്ല, ഞാൻ ആക്ച്വലി വിളിച്ചത് പിന്നെ ഒരു 5-8 മാസത്തേക്ക് ഈ വ്യക്തിനെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്ക് പേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അത്തരത്തിൽ കൂടുതൽ ഓർഡർ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതിന്റെ പിന്നിലുള്ള പദ്ധതി എന്താന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പൊ അത്തരത്തിൽ ഞാൻ വിളിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വിളിച്ച സമയത്ത് ആള് പറഞ്ഞു എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഞായറാഴ്ച കണ്ണൂരേക്ക് വാ, അവിടുന്ന് തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഒന്നും വരാൻ പറ്റൂല, നീ ബാങ്കിൽ വന്നാൽ മതി, എങ്ങനെയും പിടികൊടുക്കൂല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഡിയർ ലീഡേഴ്സ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് എമൗണ്ട് കൊടുത്തു. ആള് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, 6 വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വില കുറച്ച് വാങ്ങാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു 10 നമ്പർ അടിക്കുന്നത്. പക്ഷെ ആ 10 നമ്പറിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ 10 നമ്പർ അടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഈ ഒരു പേരിൽ നാളെ എന്നെ നീ വിളിക്കുക, ഒരു മെമ്പർഷിപ്പ് എടുത്ത ആളാണ്, അതുകൊണ്ട് നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഇതിനു മുന്നേ പല മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, കമ്പനിയിലൊന്നുമല്ല, വേറെ പല മെമ്പർഷിപ്പ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കാർഡ് ഉണ്ടോന്ന് വെച്ചപ്പോൾ കാർഡ് എടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ കുറെ വിളി കിട്ടിയിട്ടുണ്ട്. നമ്മളെ അതായത് രാഷ്ട്രീയപരമായിട്ട് പറയുന്നില്ല, പാർട്ടീന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ കുറെ വിളി ആടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്കൂളില് ലൈബ്രറിന്റെ മെമ്പർഷിപ്പ് എടുത്ത സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും വായന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്നിപ്പം ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം 4ഓളം പുസ്തകങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു തീർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്റെ വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തില് എന്താ പറയാ, വായന ഒട്ടും ഇഷ്ടമല്ലാത്ത, ഒരുപാട് പേപ്പർ പോലും വായിക്കാത്ത എന്നെ സംബന്ധിച്ച് ലൈബ്രറിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തതിന്റെ ഭാഗമായി വിളിയാണ്. അപ്പൊ അത്തരത്തിൽ മെമ്പർഷിപ്പിന് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ ഈ കാരണം പറഞ്ഞിട്ട് ഒരിക്കലും വിളിക്കരുത്. രണ്ടാമത്തെ കാര്യം, നാളെ എന്റെ വീട്ടിലേക്ക് ആരും കയറി വരരുത്. കാരണം ഓൾറെഡി ഈ പ്ലാനും കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അച്ഛനച്ചാച്ചന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെപ്യൂട്ടേഷൻ ഉണ്ട്. അച്ഛൻ റിട്ടയർഡ് തഹസിൽദാറാണ്, കം ഒരു നല്ലൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആണ്. അതേസമയം അച്ചാച്ചനെ സംബന്ധിച്ച് കണ്ണൂർ പറശ്ശിനിക്കടവ് എന്നുള്ള സ്ഥലമുണ്ട്. ആ പറശ്ശിനിക്കടവ് സ്കൂളിലെ മാഷായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് പിന്നെ മലബാറിൽ ആദ്യമായിട്ട് ടേബിളോ എന്നുള്ള ഒരു നിശ്ചല ദൃശ്യം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി, കേളുമാഷ് എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു കരിയർ ഉണ്ട്. അതേസമയം അവരുടെ ഫാമിലി KP കുമാർ മെമ്മോറിയൽ നാടക അക്കാദമി എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയാ, മൊത്തത്തിൽ കലാകാരന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയാലും ഞാനൊരുത്തം പോയിട്ട് നാലാളടുത്ത് പൈസ വാങ്ങിയിട്ട് എന്തെങ്കിലും തട്ടിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെപ്യൂട്ടേഷൻ മൊത്തം പോയി കിട്ടുന്നുള്ള പേടിയൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കുറെ നിബന്ധനകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു 10 നമ്പർ എടുക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ എടുത്തു. അദ്ദേഹം ഞാൻ 6 വേസ്റ്റ് കൊണ്ടുതരാൻ പറഞ്ഞ ഞാൻ പൈസ കൊടുത്തു. ആ പൈസക്ക് അയാള് എയർ ഓയില്, ഫെയർനെസ് ക്രീം എന്നോട് പറഞ്ഞു 6 അല്ല 5 വേസ്റ്റേ ഉള്ളൂ, ബാക്കി കുറച്ച് വേസ്റ്റും കൂടി ഉണ്ട്, 2000 രൂപയാണ് കൊടുത്തത്. അതിന് കംപ്ലീറ്റ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. കുറെ നേരം മല്ലിട്ട് നോക്കി. പിന്നെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, എനിക്ക് ഈ പറഞ്ഞു ജയിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് മുഴുവൻ എന്നെ പിടിപ്പിച്ചു. അവസാനം പൈസ കിട്ടൂല എന്ന് കണ്ട സമയത്ത് ഞാൻ പ്രൊഡക്റ്റ് തന്നെ മേടിച്ചു. അങ്ങനെ ഞാൻ ബാങ്കിൽ കൊണ്ടുവച്ചു. ആദ്യമായിട്ട് ഹെയർ ഓയിലിന്റെ റിസൾട്ട്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നത് ഞാനല്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആയിരുന്നു. കാരണം ബാങ്കിൽ ഉള്ള സമയത്ത് ഞാൻ എന്റെ റാക്കിൽ വെച്ചു, പ്രൊഡക്റ്റ് ഒക്കെ വെച്ചു. അപ്പൊ അതിൽ നിന്ന് ഹെയർ ഓയിൽ എടുത്തിട്ട് എന്നോട് ചോദിച്ചു, ഇത് എന്നാ ഇതു സാധനം എന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് തലയിൽ തേക്കുന്ന എണ്ണയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതിനെത്രയാ പൈസ, ഇതെന്നാ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഏടുന്ന് കൊണ്ടുവന്നൊന്നല്ല, നിനക്ക് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു. കാരണം എന്നെ സംബന്ധിച്ചിട്ട് അത് എങ്ങനെയെങ്കിലും പോയാൽ മതിയാണ്. കാരണം വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ഒരുപാട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ പെൺകുട്ടി അത് ഉപയോഗിച്ച് പിറ്റേന്ന് ഇവിടെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല മണം. ആദ്യമായിട്ട് ഞാൻ ആ ഒരു ഹെയർ ഓയിലിന്റെ മണം അറിയുന്നത് അന്നാണ്. ഓക്കെ, നല്ല മണം ഉണ്ടായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പിന്നെയും അവളെന്ത് ചെയ്യാൻ തുടങ്ങി, അപ്പുറം ഇപ്പുറം എല്ലാം പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇതെന്താ നീ തലയിൽ തേച്ചിട്ടുള്ളത്, ഇതെന്താ ഇത്ര മണം എന്നുള്ള രീതിയിൽ. ഒരുപാട് സ്റ്റാഫ് ഉണ്ട്, കുറെ ലേഡീസ് ഉണ്ട്, അവരൊക്കെ ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് ആളെന്ത് ചെയ്യാൻ തുടങ്ങി, ഇത് മിഥുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയാൻ തുടങ്ങി. എന്റെ കയ്യിൽ ആകെ 2 ഹെയർ ഓയിൽ ഉണ്ടായിട്ടുള്ളൂ അന്ന് കിട്ടിയത്. ഞാൻ വലിയ പൈസക്കൊന്നും പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ രണ്ടാമത്തെ ഹെയർ ഓയിലും ഞാനന്ന് കൊടുത്തു. അപ്പൊ അവര് ചോദിച്ചു, പൈസ പറയാണ്ടിരിക്കരുത്, അപ്പം എനിക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് തന്നെ കിട്ടിയാൽ മതി എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര പൈസക്ക് കിട്ടല്, നിങ്ങൾ ഈ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ 325 രൂപക്ക് കിട്ടുന്ന ഹെയർ ഓയിൽ അവിടെ അവര് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് 440 അതിന്റെ MRP. അവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പൈസ 440, പക്ഷെ മിഥുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ 325 രൂപയ്ക്ക് കിട്ടും. ഇങ്ങനെയുള്ള രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അനക്ക് അങ്ങ് 5 പൈസ ലാഭമില്ല. അന്നാണ് ലാഭത്തിന്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് എന്നെ ആള് ഒരു 9 മാസത്തോളം ഫോളോ അപ്പ് ചെയ്തിട്ടാണ് പ്ലാന് തരാൻ വരുന്നതെങ്കിൽ 9 മാസം കഴിയുമ്പോഴത്തേക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാഹചര്യവും സാമ്പത്തികവുമായിട്ട് രണ്ടറ്റം കൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ 100 രൂപ ഇടുന്നെങ്കിൽ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു. അപ്പൊ ആ രീതിയിലാണ് എന്റെ അടുത്ത് വരുന്നത് തന്നെ. സ്വാഭാവികമായിട്ടും ഇതൊക്കെ കിട്ടിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു, ചേടാ എന്നാ പിന്നെ പൈസ പറയേണ്ടിയിരുന്നില്ല, 440 തന്നെ ചോദിച്ചു വാങ്ങായിരുന്നു. സത്യം പറഞ്ഞാൽ ഡിയർ ലീഡേഴ്സ്, അന്നാണ് എന്റെ ജീവിതത്തിൽ കച്ചവടത്തിന്റെ സാധ്യത എന്താണെന്ന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ, കാരണം വാങ്ങുന്നവൻ എപ്പോഴും വാങ്ങുന്നവനാണ്, എന്നാൽ വിൽക്കുന്നവൻ മാത്രമേ എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് അന്നാണ് ക്രിയേറ്റ് ആയത്. അങ്ങനെ മെല്ലെ 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 ബാങ്കിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിനെ വിളിക്കാൻ തുടങ്ങിയ സമയത്ത് ആളെന്ത് ചെയ്തു, എനിക്ക് ഇതേപോലെ കുറച്ച് പ്രൊഡക്റ്റുകൾ കൊണ്ടുതരും. ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയുന്ന ആൾക്കാർക്കൊക്കെ പ്രൊമോട്ട് ചെയ്യും. വേറെ ഒരു തരത്തിലും ബിസിനസ്സിലേക്ക് വരില്ല എന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ വീക്കിൽ ഒരു ഞായറാഴ്ച എന്നെ വിളിച്ച് ഒരു GTS പ്രോഗ്രാമിന് കൂട്ടിക്കൊണ്ടുവന്നു. അതും ഒരു കഥ തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, എന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചു. ഞാനൊരു റിസപ്ഷന് പോയിട്ട് വരുന്നതായിരുന്നു. വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പിന്നെ ഞാനൊരു മരണത്തിന്റെ ചടങ്ങിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഫോൺ വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റൂല, ഞാൻ ഒച്ച കുറച്ചിട്ടാ സംസാരിക്കുന്നത്. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, ആ റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ ഇപ്പുറം വാ, നീ എന്നെ കാണുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ് നോക്കിയ സമയത്ത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ എന്നെ കണ്ടോണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അല്ല ആക്ച്വലി എനിക്ക് പോകാനുണ്ടേനു മരണ വീട്ടിലേക്ക്, അതെല്ലാം നമുക്ക് പോവാ, നീ ആദ്യം എന്റെ അടുത്തേക്ക് പോവാ, എന്നിട്ട് നിന്നെ എവിടെ വേണമെങ്കിൽ ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് നല്ല ഈ പൂച്ചേനെ നല്ല കഴുത്തിന് പിടിച്ചിട്ട്
കൊണ്ട് ഇരുത്തൂലേ, ഇതേപോലെ GTS പ്രോഗ്രാമിൽ കൊണ്ടിരുത്തുന്നത്. ആടെ ഞാൻ എല്ലാ ഒരു നാടകം പോലെ കണ്ടു. എന്നാൽ അതേ സമയം നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ചയാണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ്, നല്ല ബിരിയാണി അടിച്ചിട്ട് പോകുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും നന്നായിട്ടൊന്ന് കണ്ണടച്ച് ഉറങ്ങി. AC ഉണ്ട്, ഫാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ കൈയടിക്കുന്നു. അന്ന് ഞാനൊരു വ്യക്തിനെ നേരിട്ട് കണ്ടു. അത് മറ്റാരുമല്ല, ഇന്ന് കണ്ണൂരിന്റെ മണ്ണിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സൺ ഇന്റർനാഷണൽ ടീമിൽ നിന്നുള്ള ഒരു പവർ പാക്ക് ടീമിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കള്ളുചിത്ത് തൊഴിലാളി മേഖലയിൽ നിന്ന് വന്ന് ഈ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പ്രമോദ് സാർ, പിണറായിലുള്ള പ്രമോദ് സാറിനെ ഞാൻ ആ വേദിയിൽ വെച്ച് കണ്ടു. അപ്പൊ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ആള് പറയുന്നു ഞാൻ കള്ളിയത്ത് തൊഴിലാളിയായിട്ട് വന്നതാണ്, ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ ആഴ്ചയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2,10,000 വരുമാനമാണ്. അപ്പൊ ഞാൻ രണ്ടും തമ്മിലൊന്ന് കണക്കൂട്ടി നോക്കിയ സമയത്ത് നമ്മളെ സംബന്ധിച്ചിട്ട് BSc ബയോകെമിസ്ട്രി, MSc ബയോകെമിസ്ട്രി, ഫാർമക്കോഡൈനാമിക്സ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ഇതിന്റെ എല്ലാം എക്സാം ചെയ്ത് പാസ്സായിട്ട് ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് മോശമില്ല, ഏകദേശം 64,000 രൂപ ടേക്ക് ഹോം സാലറി ഉണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തും സാലറി ഉണ്ട്. പക്ഷെ ഇത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവിടെ മാസത്തിന്റെ കണക്കൊക്കെ വിട്ടിട്ട് ആഴ്ചയിലാണ് ഈ ഒരു വ്യക്തി 2,10,000 വാങ്ങുന്നു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു തിരിച്ചറിവായിരുന്നു. അന്നാണ് എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി, അതായത് എനിക്ക് പ്ലാന് തരുന്ന സമയത്ത് എന്നോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നത്, മിഥുനെ, അറിവ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അറിവിനേക്കാൾ ഒരുപടി മുകളിലാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന സംഭവം. ആ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ആവുള്ളൂ. ഇതൊക്കെ ഞാനൊരു ദിവാസ്വപ്നം പോലെ ശരി ശരി അതൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നിട്ട് ഒഴിവാക്കി വിട്ടതാണ്. കാരണം പക്ഷെ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ എന്റെ അദ്ദേഹത്തോട് പോയി ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ സംഭവം കിട്ടിയത്? അപ്പൊ ആൾ എന്നോട് പറഞ്ഞു, അത് ശരി, അപ്പൊ നിങ്ങൾ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിപ്പോയി. ഇനി ഈ പ്ലാന് പറയുന്ന സമയത്ത് ഞാനൊന്നും കേട്ടിട്ടില്ല. അപ്പൊ രണ്ടാമതൊരു പ്രോഗ്രാം, ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു പ്രോഗ്രാമിനും എന്നെ നിർബന്ധിച്ച് കയറ്റേണ്ട ആവശ്യം എന്നെ കൊണ്ടുവന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പൊ പറയും. അതായത് അന്ന് ഞാന് ആ വ്യക്തിനോട് ചോദിച്ചു, ലീഡറോട് ചോദിച്ചു, സാറേ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? അപ്പൊ ആൾ പറഞ്ഞു, ഇത് പ്രോഗ്രാം കയറിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ ഇത്രയും നിർബന്ധിച്ച് പ്രോഗ്രാമിന് കയറ്റിയിട്ട് പിന്നെയും ആളോട് പോയിട്ട് ഇനി അപ്പ പ്രോഗ്രാം ചോദിക്കുന്നതിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ വന്ന് റിസപ്ഷനിലാണ് പോയി ചോദിച്ചത്, ഇങ്ങനെയുള്ള പ്രോഗ്രാം എപ്പോഴെല്ലാം ഉണ്ടാവുന്നത്? അപ്പൊ അവര് ചോദിച്ചു, ഇതേ കമ്പനീന്റെ ആണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതേ കമ്പനി തന്നെ കിട്ടിയാൽ ഏറ്റവും ബെറ്റർ. അപ്പൊ അവര് പറഞ്ഞു, എല്ലാ ഞായറാഴ്ച ഉണ്ട്, 3 മണിക്കാന്ന് നോക്കും. അങ്ങനെ അടുത്ത ഞായറാഴ്ച 3 മണിക്ക് ഞാൻ ഏകദേശം 2:40 സമയത്ത് തന്നെ ഞാൻ അവിടെ പ്രസന്റ് ആയി. കാരണം എനിക്ക് ഇത് എങ്ങനെയാന്നുള്ളതൊന്ന് മനസ്സിലാക്കണമായിരുന്നു. അങ്ങനെ ഒരാഴ്ച പോയി, 2 ആഴ്ച പോയി, 3 ആഴ്ചയൊക്കെ പോയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് നമ്മളെ കൊണ്ടൊന്നും നടക്കൂല. ഓക്കെ, അങ്ങനെ കാരണം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ഇത് നടക്കുമെന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ വീക്കിലാണ് ഞാനും വൈഫും കൂടി ഒന്നും കൂടി അവിടെ പോകുന്നത്. ഓക്കെ, ആളെ സംബന്ധിച്ചിട്ട് ഇന്നൊരു പക്ഷേ ബിസിനസ്സിൽ ഏറ്റവും വലിയ സപ്പോർട്ടറായി നിൽക്കുന്ന എന്റെ ഫാമിലിയിലുള്ള വലിയൊരു കഥാപാത്രമാണ് എന്റെ വൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ആളെയും കൂട്ടി പോയ സമയത്ത് ആൾ ഇതൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇതോട്ട് ഇത് എന്തായാലും നടക്കും, പക്ഷെങ്കിൽ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ എന്നിട്ട് എന്തായാലും പഠിക്കാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഒരു റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ പോയി. അന്ന് ശക്തമായ ഒരു തീരുമാനം എടുത്തു, ഇനി ബാങ്കിലേക്കില്ല. കാരണം ഒറ്റക്കൊരു മേഖലയിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഉണ്ടാക്കുന്നതിന് പരിമിതികളുണ്ട്. എന്നാൽ കൂട്ടായ പ്രവർത്തനമാണ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് അന്ന് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടിയപ്പം ഞാനും മനസ്സിലാക്കി, എത്ര നാൾ ബാങ്കിൽ പോയി കഴിഞ്ഞാലും കിട്ടുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ, ഇനിയുള്ള ദിവസങ്ങൾ ശക്തമായിട്ട് ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വലിയ വിജയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെ, ഒരു തിരിച്ചറിവോടുകൂടി തന്നെ ഇതിനെ ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ ഫാമിലി ഒക്കെ നെഗറ്റീവായി. കാരണം അതിന്റെ ആവശ്യമില്ല. ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വൈഫ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ വൈഫൊക്കെ പറഞ്ഞു, വേണ്ട, നടക്കൂല, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇത് ചെയ്താൽ മതി, കാരണം വേറൊരു ഇൻകം സോഴ്സോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ശക്തമായ തീരുമാനമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടി പ്രൊഡക്റ്റ് ഒക്കെ എടുത്തു, ഒരു ഹോം ഷോപ്പ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ ആക്കി. ഹോം ഷോപ്പ് ഒരു നിർണായക വഴിത്തിരിവായി. കാരണം ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഹോം ഷോപ്പ് എന്നെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഹോം ഷോപ്പിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. കാരണം പ്രൊഡക്റ്റ് വിൽക്കാൻ അറിയില്ല, രണ്ടാമത് 4 ആളോട് സംസാരിക്കാൻ അറിയില്ല. ഇങ്ങനെയുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കുള്ള ഏറ്റവും നല്ല അവസരമാണ് ഹോം ഷോപ്പ് എന്ന് പറയുന്നത്. കാരണം ലീഡേഴ്സ് സംസാരിച്ചോളും. നമ്മളെല്ലാരോടും പോയിട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ ക്ഷണിക്കാനുണ്ട്, നമ്മളൊരു സംരംഭം തുടങ്ങുന്നുണ്ട്, എല്ലാവരെയും ഒന്നും വിളിക്കുന്നില്ല, വളരെ കാര്യമായിട്ടുള്ള ആൾക്കാരെ വിളിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും വരണമെന്ന് എല്ലാരോടും പോയിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വരും. അവരോടൊക്കെ ലീഡേഴ്സ് സംസാരിച്ചോളും. നമ്മൾ അവിടെ കൈയും കെട്ടി അങ്ങ് നോക്കി നിന്നാൽ മതി. കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മളൊരു ചായയിൽ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാം ലീഡേഴ്സ് മാനേജ് ചെയ്ത് തരും. ആ രീതിയിൽ അന്നത്തെ ഹോം ഷോപ്പിലൂടെ തന്നെ ഏകദേശം ഒരു 1 അവറിന്റെ ഉള്ളിൽ ഏകദേശം ഒരു 37,000 രൂപന്റെ പ്രോഡക്റ്റ്, അതായത് ഏകദേശം ഒരു 30 മുകളിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഞാനൊരു 1000 രൂപേന്റെ കിറ്റൊക്കെ ആക്കി വെച്ചിട്ട്, ആ കിറ്റാണ് അവരുടെ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള കിറ്റാണ് കൊടുത്തത്.
അപ്പൊ അതിലൂടെ തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ബിൽഡ് ആയി. കാരണം എന്നെ പോലൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ, ഒരു കോൺഫിഡൻസ് ഈ ബിസിനസ്സിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അങ്ങനെ ഞാൻ ഇതിനെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഒരുപാട്, അതായത് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എവിടെയുണ്ടോ അവിടെയൊക്കെ പോയിട്ട്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ കേൾക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിന്റെ എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ എന്തിനും ഇപ്പൊ ഉദാഹരണത്തിന് കാട്ടിലിരിക്കുന്ന സിംഹം പോലും തീയുള്ള വളയത്തിനുള്ളിൽ കൂടി ചാടുന്നുണ്ടെങ്കിൽ അത് സിംഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടല്ല, അതിനെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, അത് ട്രെയിൻ ചെയ്യുന്നത് മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യനെ ട്രെയിൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു. അത്തരത്തിലൊരു ട്രെയിനിങ് ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിച്ചാൽ, ആ ട്രെയിൻ ചെയ്യുന്ന മനുഷ്യന് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏത് പവറിൽ അതിനെ ഏറ്റെടുക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അത്തരത്തിൽ ട്രെയിനിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെർപ്പസ് ഉണ്ട്. അപ്പം നമ്മളെ ട്രെയിൻ ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്തടുത്ത വേർഷനിലേക്ക് നമ്മൾ പോകുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാനിപ്പോ എന്നെ തന്നെ കാണുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാമത്തെ കാര്യമായിട്ട് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. കാരണം ഇന്നിപ്പം സംസാരിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, മുഖത്ത് നോക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ ഉടപ്പുറപ്പായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇന്ന് ഈ ബിസിനസിന്റെ ഒരുപാട് ആൾക്കാർ മിംഗ്ലിങ്ങും ഒരുപാട് ട്രെയിനിങ്ങും ഒരുപാട് വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ഇതൊക്കെ മാറ്റി ഒരു പുതിയ വ്യക്തിത്വമായിട്ട് മാറാൻ പറ്റി എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ മാറുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ആ മാറ്റത്തിൽ ഇതെല്ലാം ഉൾപ്പെടും. അപ്പൊ അത്തരത്തിൽ ശക്തമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക, ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇനി അങ്ങനെ പോകെയാണ് ഒരു പ്രോഡക്റ്റ് ട്രെയിനിങ് എനിക്ക് കിട്ടിയത്. ആ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന് ഞാൻ കയറിയ സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ കൂടെ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്ന വ്യക്തി ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എന്നെ തൊട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡോക്ടർ അഞ്ജിത എസ് കബീർ, നമുക്കറിയാം യൂട്യൂബിലൊക്കെ പ്രോഡക്റ്റ് ട്രെയിനറാണ്, ഹാർവെസ്റ്റിന്റെ പ്രോഡക്റ്റ് ട്രെയിനറാണ്. അവരാണ് പ്രോഡക്റ്റ് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോഡക്റ്റ് ട്രെയിനിങ് ഞാൻ ഏകദേശം ആ ബിസിനസ്സിൽ വന്നിട്ട് ഇപ്പം ആ സമയത്തേക്കും ഏകദേശം 1 വർഷത്തിനടുപ്പിച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നല്ല റീറ്റെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കുഞ്ഞു ടീമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്താണ് ഞാൻ ഫുൾ ടൈമറായി. കാരണം ബാങ്കൊക്കെ വിട്ടു ഫുൾ ടൈമറായി. ആള് പറഞ്ഞ എന്നോട്, നീ ബാങ്കിൽ വാങ്ങിക്കുന്ന മാസം വാങ്ങിക്കുന്നത് ഇവിടെ ആഴ്ചയിൽ വാങ്ങാൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ആഴ്ചയിലൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയങ്കര ബിലീഫ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നെ തൊട്ടുള്ള ആ ഒരു ലീഡർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അഞ്ജിത മാഡം ഇങ്ങനെ പ്രോഡക്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഓൺ ആൻഡ് ഓൺ പേജിന്റെ അടുത്ത് എത്തിയപ്പോൾ ആള് ഗം ബ്ലീഡിങ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് ഇതേ വ്യക്തി, എന്നെ ഈ ബിസിനസ് കൊണ്ടുവന്ന വ്യക്തി എന്നോട് ചോദിക്കുന്നു, എന്താണ് ഈ ഗം ബ്ലീഡിങ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചു. ഡിയർ ലീഡേഴ്സ്, ഒറ്റ കാര്യമുള്ളൂ, മുൻപ് പേസ്റ്റ് വാങ്ങുമ്പോൾ ഇതേ വ്യക്തിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഗം ബ്ലീഡിങ് മാറുമെന്ന്. അന്ന് ഈ വ്യക്തി എന്നോട് പറഞ്ഞത് ധൈര്യമായിട്ട് ഉപയോഗിച്ചോ, മാറും എന്നാണ്. ഓക്കെ, പക്ഷെ ഗം ബ്ലീഡിങ്ങിനെ പറ്റി ഒരു ഡോക്ടർ ആധികാരികമായിട്ട് പറയുമ്പോൾ ഇതേ വ്യക്തി തിരിച്ച് എന്നോട് ചോദിക്കുന്നു, എന്താണ് ഈ ഗം ബ്ലീഡിങ്. ഞാൻ പറയാ, ഈ ബിസിനസ്സിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഭയങ്കരമായിട്ടുള്ള അറിവോ അല്ലെങ്കിൽ വലിയ നോളജോ അല്ല. ഓക്കെ, നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒന്ന്, ആവേശം വേണം. എന്തിനേയും നേരിടാനുള്ള എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അതിനപ്പുറം നിങ്ങൾ ആവശ്യക്കാരനായിരിക്കണം. ഈ 2 കാര്യങ്ങളാണ്. ആവേശവും വേണം, ആവശ്യവും വേണം. ഈ 2 ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റും എന്നുള്ളതിലൊരു സംശയമില്ല. അത്തരത്തിൽ എന്നോട് ചോദിച്ച വ്യക്തിയാണ്, അഥവാ എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന വ്യക്തി മറ്റാരുമല്ല, ഇന്ന് എന്റെ കൂട്ടുകാരനായിട്ടുള്ള പ്രവീണിന്റെ കൂടെ അന്ന് എന്നിലേക്ക് വന്നത്. ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഒരു ബേക്കറി പണിക്കാരനായിട്ട് വർക്ക് ചെയ്ത് എന്റെ ലൈഫിലേക്ക് നിമിത്തം എത്തിച്ചിട്ടുള്ള വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്ററും സീലിംഗ് അച്ചീവറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഫാസിൽ സാറാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഓക്കെ, അന്ന് ആ വ്യക്തിയായിട്ടുള്ള ആ ഒരു ബന്ധവും അദ്ദേഹത്തിന്റെ ഒരു കാറ്റഗറിയും ഒക്കെ വെച്ച് മാറി നിൽക്കാം എന്ന് വിചാരിച്ചു. കാരണം ഗം ബ്ലീഡിങ് എന്താന്ന് ചോദിക്കുമ്പോൾ തന്നെ എന്റെ കിളി പോയി. കാരണം എന്നെ ഒരു വ്യക്തിക്ക് ഗം ബ്ലീഡിങ് മാറും എന്നുള്ള ഒരു പ്രോഡക്റ്റ് നിന്ന് അത് മാറിയതിന് ശേഷം എന്നോട് ചോദിക്കുന്നത് എന്താണ് ഗം ബ്ലീഡിങ്. പക്ഷെ അന്ന് ആ പ്രൊഡക്റ്റ് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയതിന്റെ ഭാഗമായിട്ട് ഈവൻ ഒരു പ്രൊഡക്റ്റ് പോലും വിൽക്കാൻ പേടിയില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും പേടിയില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന് നമ്മുടെ ടീം റോയൽ ബറ്റാലിയൻ എന്നുള്ള ടീമിലെ അറിയപ്പെടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ട്രെയിനറായിട്ട് മാറാൻ പറ്റി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം സയൻസിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പഠിച്ചുകൊണ്ടും അതിനെ കൊണ്ടും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അതാണ് മറ്റൊരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ബിസിനസ്സിൽ ശക്തമായ ഒരു തീരുമാനമെടുത്തു. വീണ്ടും ഓരോരോ ടേണിംഗ് പോയിന്റ് ആണ്. വീണ്ടും റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ വന്നു. ശക്തമായിട്ട് ഇതിന് ഉൾക്കൊണ്ടു. കൂടെ വന്ന ആൾക്കാരെയും കൂടി ആ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റിയതിന്റെ ഭാഗമായിട്ട് ഒരു കൊച്ചു ടീമിലൂടെ, അതായത് 7 പേരിലൂടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഇന്ന് എത്തി നിൽക്കുന്നത് ഏകദേശം 3500 പേരുടെ ഒരു ടീമിലേക്കാണ്.
ഓക്കെ, 3500 ആൾക്കാരുടെ ടീമുണ്ട് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി അതിന്റെ മുകളിൽ കയറിയെന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ വളരാൻ വേണ്ടി പറ്റി. പിന്നെ മാത്രമല്ല, കണ്ണൂര് ഒരു ഇട്ടാവട്ടത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിനെ സംബന്ധിച്ചിട്ട് പുറമെ പോകാനൊക്കെ പേടിയായിരുന്നു. പക്ഷെ ഇന്ന് കണ്ണൂര് പറയേണ്ട ആവശ്യമില്ല. കണ്ണൂർ ഓൾറെഡി നമുക്ക് ബൈ ഹാർട്ടാണ്. എന്നാൽ കോഴിക്കോട് ജില്ല അത് ഇന്ന് പല സ്ഥലങ്ങളിലും പോയി ബിസിനസ് ചെയ്യുന്ന ലെവലിലേക്ക് കോഴിക്കോട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതേപോലെ പാലക്കാട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതേപോലെ തമിഴ്നാട് കോത്തഗിരിയിൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഊട്ടി അവിടെയൊക്കെ നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇനി ഇപ്പൊ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് റൂമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് തന്നെ ഉണ്ട്. ചോറിന് ചോറ് കിട്ടും, ചായക്ക് ചായ കിട്ടും, സ്റ്റേക്ക് സ്റ്റേ കിട്ടും. എല്ലാ സംഭവങ്ങളും ആക്കാൻ വേണ്ടിയിട്ടില്ല. ഊട്ടിയിലും നിന്ന് കുറച്ചൊരു മേലെ കയറിക്കുന്ന കോത്തഗിരിയിലും അതേപോലെ നമ്മളെ കർണാടക ഹുബ്ലിയിലും അതേപോലെ തന്നെ കേരളത്തിലുള്ള പല ജില്ലകളിലും ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയാ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഞാൻ പറയാ, ഇത് ഒരിക്കലും എന്താ പറയാ നമുക്ക് ഇവിടെ നിന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സംഭവവും കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ എല്ലായിടത്തും നമ്മൾ എത്തിച്ചേരും. ഓക്കെ, ട്രസ്റ്റ് ദ പ്രോസസ്. ഈ പ്രോസസ്സിനെ 101% വിശ്വസിക്കുക. ഇതിനെ ശക്തമായിട്ട് മനസ്സിലായിട്ട് ഏറ്റെടുക്കുക. ഒരു തുള്ളി വെള്ളം ചേർക്കാതെയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ മുഴുകുക. ഒരു സംശയമില്ല, നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, കാരണം റീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് പോലും റീറ്റെയിൽ ചെയ്യാൻ അറിയാത്ത എനിക്ക് എങ്ങനെ റീറ്റെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച ഞാൻ ഒരു സമയത്ത് ഒരു 350 റുപ്യേന്റെ ഒരു തൂക്ക് ബാഗ് കൊടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ, അല്ലാണ്ട് വേറൊന്നുമല്ല. ഒന്ന്, എനിക്ക് പൈസക്ക് ആവശ്യം ഉണ്ടായിരുന്നു. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് വേണമായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ പ്രോഡക്റ്റ് ഒക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്യാൻ പോയ സമയത്ത് 101% എനിക്കൊരു കാര്യം പറയാൻ പറ്റും, അസാധ്യമായിട്ടുള്ള കോൺഫിഡൻസ് എന്നിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓരോ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർ വാതിലൊക്കെ അടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യമൊക്കെ ചിന്തിക്കും, ഷടാ ഇതെല്ലാം കൂടി തലയിലായല്ലോ. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് എന്നിൽ ഈ പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ടുള്ള ബിലീഫും അതേപോലെ ലൈഫിൽ സക്സസ് ആവാനുള്ള വാശിയൊക്കെ വന്ന സമയത്ത് പിന്നെ എനിക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയും കൊടുത്തേ പറ്റൂ എന്നുള്ള തോന്നല്. വാതിലടക്കുമ്പോൾ ഇതല്ലെങ്കിൽ അടുത്തത് എന്നുള്ള ഒരു തോന്നലിലേക്ക് മാറാൻ തുടങ്ങി. അങ്ങനെ പെർ ഡേ ഒക്കെ ഇതിലൂടെ, അതായത് ഒരു പ്രൊഡക്റ്റ് പോലും വിൽക്കാൻ അറിയാത്ത എനിക്ക് 3000 രൂപക്ക് മുകളിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റീറ്റെയിൽ, അതായത് ഒരു ദിവസം ഒരു ഉച്ച സമയമാകുമ്പോഴത്തേക്കും 10000 രൂപക്ക് മുകളിൽ പ്രൊഡക്റ്റ് ഓൾറെഡി മാർക്കറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എനിക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് എന്തില്ലയോ അത് ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടെങ്കിൽ, നമുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. തീരുമാനം മാത്രം മതി. പക്ഷെ തീരുമാനം സ്ട്രോങ് ആവണം. ഓക്കെ, ആ തീരുമാനം സ്ട്രോങ് ആക്കുന്നിടത്താണ് പലരും അവിടുന്ന് പരാജയപ്പെട്ടു വന്നത്. എനിക്ക് ഒരു തീരുമാനമെടുത്ത് അതിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ തീരുമാനത്തിന് അത്രയും സ്ട്രെങ്ത് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തീരുമാനമെടുത്തത് ഒന്നുമല്ലാണ്ടത്. അപ്പൊ അത്തരത്തില് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റണം. അതായത് ഡിസിഷൻ 101% കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു. ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് കമ്പനിയുടെ DTC റാങ്കിലേക്ക് എത്തി. DTC റാങ്കിൽ എത്തിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഞാൻ വന്നതൊരു സ്കൂട്ടിയിലാണ്, ഒരു ബൈക്കിലേക്കൊക്കെ മാറണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 2.5 ലക്ഷത്തിന്റെ ഒരു ജാവേന്റെ വണ്ടി, എന്റെ റോയൽ ബറ്റാലിയനിൽ ആദ്യമായിട്ട് ജാവേന്റെ ഒരു വണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റി. ആ വണ്ടി കണ്ണൂരും കോഴിക്കോടും പല സ്ഥലങ്ങളിലായിട്ട് ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ കിലോമീറ്ററിൽ ഓടിയിട്ട് ഇന്ന് വീട്ടിലിരിക്കുന്നു, സമാധാനമായിട്ട് വീട്ടിലിരിക്കുന്നു. ഇടയ്ക്ക് പാല് വാങ്ങാൻ പോകുമ്പോഴും അതേപോലെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴും ആ വണ്ടി എന്റെ കൂടെ വരും. ഓക്കെ, ആ രീതിയിൽ ഒരു വിന്റേജ് വണ്ടിയായിട്ട് ആ വണ്ടി നല്ല അടിപൊളിയായിട്ട് വീട്ടിലിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, എന്റെ ഫാമിലിയിൽ എന്താ പറയാ ആ ഒരു വണ്ടിയൊക്കെ ഇന്ന് എന്റെ അച്ഛനും അമ്മക്കും അറിയില്ല, അതിന് 2.5 ലക്ഷം ഉറുപ്പിക ഉണ്ട്. അതാ വേറൊരു പ്രത്യേകത. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പ അവർ ഞെട്ടു. കാരണം 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ബൈക്ക് വാങ്ങേണ്ട ആവശ്യമുള്ളൂ. കാരണം അവരൊക്കെ വിചാരിക്കുന്നത് പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ വണ്ടിയെന്നു. അപ്പൊ ആ രീതിയിൽ ഇന്നും അവർക്കറിയില്ല. പക്ഷെ ആ ഓട്ടം പല സ്ഥലങ്ങളിലേക്ക് ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അങ്ങനെ ആ ടീം ബിൽഡായതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ മുന്നത്തെ ഓണത്തിന് എന്റെ ലീഡേഴ്സിനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു. അവർക്കൊക്കെ സദ്യയൊക്കെ വിളമ്പി. എന്നാൽ അതേസമയം അവർ വരുന്ന സമയത്ത് എന്റെ വീട്ടിലേക്ക് നടന്നു വരാനുള്ള വഴി, അതായത് മറ്റുള്ള വീട്ടിന്റെ മുറ്റത്തൂട്ടിയാണ് വരുന്നത്. അപ്പോ വഴിയൊന്നും ഉണ്ടായില്ല. ഒരുപാട് വിഷമമുണ്ടായിരുന്നു. കാരണം മഴയായിരുന്നു, ചളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്തു. എന്തായാലും വരുന്ന വർഷം ഓണം വരുന്നുണ്ടെങ്കിൽ ഒരു വഴിയും വേണമെന്നൊക്കെ തീരുമാനം എടുത്തു. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് അത് ഫോക്കസ് ചെയ്യും. നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സെറ്റ് ചെയ്യാം. കാരണം സ്വപ്നമുള്ള ഒരുവന് മാത്രമേ സ്വപ്നത്തിന് വേണ്ടി ഓടാൻ പറ്റുള്ളൂ. ഓക്കെ, സ്വപ്നമുള്ള ഒരുവിന് മാത്രമേ അതിന് വേണ്ടി അത് കീഴടക്കാൻ വേണ്ടി ഓടാൻ പറ്റുള്ളൂ. അത്തരത്തിലൊരു സ്വപ്നമായിട്ട് ഞാൻ ഈ വഴി എന്തായാലും പ്ലാൻ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആ ഓണം കഴിഞ്ഞു. അതായത് ഏകദേശം സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞു. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, അതായത് 8 മാസത്തെ ശക്തമായിട്ടുള്ള പ്രവർത്തനം. മെയ് 22-ാം തീയതി എന്റെ വീട്ടിന് നേരെ മുന്നിലുള്ള ഒരു 9 സെന്റ് പ്രോപ്പർട്ടി എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി എന്നുള്ളതാണ്.
ഒരു 9 സെന്റ് പ്രോപ്പർട്ടി. അതായത് എന്റെ വീട്ടിലേക്ക് വഴിയില്ലാത്തതുകൊണ്ട് തന്നെ എന്റെ വീട്ടിന്റെ വാല്യൂ പെർ സെന്റ് ഏകദേശം 80,000 രൂപയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് റോഡിന്റെ സൈഡായതുകൊണ്ട് തന്നെ 3.25 ലക്ഷം ഉറുപ്പിക ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രോപ്പർട്ടി എടുത്തപ്പം എന്റെ വീട്ടിന്റെ പ്രോപ്പർട്ടി ആയിട്ട് അത് മാറി. അങ്ങനെ ഇപ്പം ഏകദേശം 19 സെന്റ് സ്ഥലവും 3.25 ലക്ഷത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതായത് ഒരു സംഭവം വെച്ച സമയത്ത് അത് വലിയ നേട്ടത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അത്തരത്തിൽ മെയിൻലി ഈ പ്രോപ്പർട്ടി എടുത്ത സമയത്ത് ഞാനൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയും അടുത്ത ഓണം വരുന്നുണ്ടെങ്കിൽ എന്റെ ലീഡേഴ്സിന്റെ കൂടെ എന്റെ 4 വീലർ മുന്നിൽ പോകണം, അതേപോലെ തന്നെ അവരൊക്കെ ഇതിന്റെ പുറകിൽ വരണം എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള ഓട്ടം അതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം ശക്തമായിട്ടുള്ള പ്രവർത്തനം. ഓഗസ്റ്റ് 28 തീയതി നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ഓണം ഓഗസ്റ്റ് 29-നാണ്. ഓഗസ്റ്റ് 28 നമ്മുടെ ഉത്രാട ദിനത്തിൽ ഒരു 13 ലക്ഷത്തിന്റെ ഒരു ഹ്യൂണ്ടായി വെന്യൂ ഡീസൽ വണ്ടി എന്റെ കൈമലേക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബിസിനസ്സിൽ വന്നുകൊണ്ട് മാത്രം എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ആ ഓണത്തിന് ഈ പറഞ്ഞ സ്ഥലത്തൂട്ടെ എന്റെ ലീഡേഴ്സിന്റെ അകമ്പടിയോടുകൂടി ഞാൻ ആ വഴി ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗികമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഇപ്പോഴും അടുത്ത വണ്ടിയിലേക്ക് പ്ലാൻ ചെയ്ത് നിൽക്കുന്നു. ഫോർഡിന്റെ എൻഡവർ എന്ന് പറഞ്ഞ വണ്ടി വരുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ആ സ്ഥലത്ത് ഓൾറെഡി ഒരു പുതിയ കൺസ്ട്രക്ഷന്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, സൈറ്റ് പ്ലാനൊക്കെ റെഡിയാക്കി. അപ്പൊ ആ രീതിയിലൊക്കെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളൂ ഡിയർ ലീഡേഴ്സ്, നമ്മൾ എടുക്കുന്ന തീരുമാനം. ഇതിന്റെ ഇടയിൽ കൊച്ചു അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ട്. വീട്ടിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ആദ്യത്തെ അച്ചീവ്മെന്റ്. ഓക്കെ, സമാധാനത്തിൽ നമ്മളെ മൈക്കൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മേശ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി നല്ലൊരു ഡൈനിങ് ടേബിൾ വേണമെന്നുള്ള തീരുമാനമായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു ഡൈനിങ് ടേബിളൊക്കെ വെച്ച് തുടങ്ങിയ തുടക്കമാണ്. പിന്നെ ഷൂസായി, പാന്റായി, ഷർട്ടായി, ബാഗായി, പിന്നെ അങ്ങനെ കയറി വന്നു. മൊബൈൽ ഫോൺ മേടിച്ചു, ലാപ്ടോപ്പ് മേടിച്ചു. അങ്ങനെയാണ് ചെറിയ അച്ചീവ്മെന്റിലൂടെ കയറി വന്നു. നിങ്ങളും ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി 101% പ്രവർത്തന നിരതരാവാൻ വേണ്ടി തയ്യാറെടുക്കുക. ഇനി അതേപോലെ തന്നെ ഒറ്റ കാര്യമാണ്, ഇതിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ് നാളെ നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അച്ചീവ്മെന്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓടുന്നോട്ടം ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഈ ടീം നമ്മുടെ ഓരോ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഈ ടീമിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും, അത്രയും റിലേഷൻഷിപ്പ് ആയിരിക്കും, അത്രയും ബോണ്ടിങ് ആയിരിക്കും. ഇതൊരിക്കലും പൈസ കൊടുത്താൽ കിട്ടൂല. അപ്പൊ അത്തരത്തിൽ എവിടെയും വലിയ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ടീമായിട്ട് ഇതിനെ മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ഇനി അതിനടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും 60,000-ന് മുകളിൽ വരുമാനം, മന്ത്ലി ആവറേജ് 2 ലക്ഷത്തിന് മുകളിൽ വരുമാനം. ഒറ്റ കാര്യം, അത്തരത്തിലുള്ള ഒരു വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഇതിലൂടെ ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ പറയാം, ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എടുക്കേണ്ടത് തീരുമാനമാണ്. ഇതിന്റെ ബാക്കിൽ വാല് പിടിച്ചാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത്. ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓക്കെ, അതിൽ ഒരു കാര്യമുണ്ട്, ഒബ്ജെക്ഷൻസ്. അതെന്തിനും ഉണ്ട്. നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്നതാണെങ്കിൽ പോലും ഒരുപാട് ഒബ്ജെക്ഷൻ ആ ജോലിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ബോസ് ഉള്ളതുകൊണ്ട് ഒബ്ജെക്ഷനൊക്കെ അയാളോട് പറയാന്നുള്ള തോന്നലുള്ളതുകൊണ്ട് നമ്മളൊക്കെ അങ്ങ് തട്ടിമുട്ടിയിട്ട് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്തരത്തിൽ പോയ ആൾക്കാരൊക്കെ, അതായത് തണൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ചെടിയും താങ്ങായിട്ട് വളർന്നിട്ടില്ല. തണൽ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ചെടി പോലും വലിയൊരു തണൽ വൃക്ഷമായിട്ട് വളർന്നിട്ടില്ല. ഓക്കെ, നമ്മളാണ് നമ്മുടെ ബോസ് എന്നും, ഓക്കെ, നമ്മുടെ എന്ത് ഒബ്ജെക്ഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ ശക്തമായിട്ട്, ഇനി ഞാൻ കണ്ടിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ ഒബ്ജെക്ഷൻ ഒന്നും സത്യത്തിൽ വരാനില്ല. ഓക്കെ, കാരണം പ്രൊഡക്റ്റിനെ സംബന്ധിച്ചിട്ട് ഹൈ ക്വാളിറ്റി 100% ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ. എന്ത് ഒബ്ജെക്ഷൻ ഉള്ളത്? 2,10,000 മേടിച്ച ഒരുപാട് ആൾക്കാർ. ഓക്കെ, 3 ഇവിടുത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ അച്ചീവേഴ്സിന്റെ വലിയൊരു നിരയുന്നുണ്ട്. കാറ്, ബൈക്ക്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ പ്രായത്തിൽ പോലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. 3 ഈ കമ്പനീന്റെ ഒരു മാനേജ്മെന്റ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്തൻഡ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ്. സത്യത്തിൽ എന്താണ് ഒബ്ജെക്ഷൻ ആയിട്ട് വരുന്നത്? ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ഏറ്റവും വലിയ ഒബ്ജെക്ഷൻ ഞാനായിരുന്നു. മാറാൻ ഞാൻ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനായിരുന്നു എന്റെ ഏറ്റവും വലിയ തടസ്സം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് തടസ്സമെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനത്തിന്റെ പുറത്ത് ആ തടസ്സം അങ്ങോട്ടേക്ക് മാറും, ഒരു സംശയമില്ല. അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നോക്കും. കാരണം എന്റെ ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇറങ്ങണം, ഓക്കെ, അതേപോലെ തന്നെ 4 ആളെ പോയിട്ട് കാണണം, അവര് കണ്ടിട്ട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സഹിക്കണം. ഇങ്ങനെയുള്ളതൊക്കെ സത്യത്തിൽ ഇതൊക്കെ ചെയ്യണത് ഞാനാണല്ലോ. ഓക്കെ, അതുകൊണ്ട് ഞാനായിരുന്നു എന്റെ ഏറ്റവും വലിയ തടസ്സം. ആ തടസ്സം അങ്ങ് നീങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. ഓക്കെ, അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും തയ്യാറായി കഴിഞ്ഞാൽ, അതിന്റെ കൂട്ടത്തിൽ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ട റിക്രൂട്ട്മെന്റ്, റീറ്റെയിൽ, റീപർച്ചേസ്, റീറ്റെയിൽ, ഈ കാര്യങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും നമ്മളൊന്ന് ഇവാലുവേഷൻ ചെയ്യാം. റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? ഓക്കെ, റീറ്റെയിൽ നടക്കുന്നുണ്ടോ? അതേപോലെ റീപർച്ചേസ് നടക്കുന്നുണ്ടോ? അതേപോലെ റീറ്റെയിൽ
നടക്കുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ എല്ലാവരും? അതേപോലെ കൃത്യമായിട്ട് ഈ 4 കാര്യങ്ങളും പ്രോപ്പറായിട്ട് നിലനിന്ന് പോകുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഈ ബിസിനസ്സിലൂടെ ഏതൊരു വ്യക്തിക്കും വിജയിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, കൂടുതലൊന്നുമില്ല. ഇനി അങ്ങോട്ടേക്കുള്ള ഗോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി 2,10,000 ഇന്നേവരെ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. എല്ലാ ആഴ്ചയിലും നല്ല വരുമാനം, അങ്ങനെ പോയി 2,10,000 എല്ലാ ആഴ്ചയും വരണം എന്നല്ലായിരുന്നു കോൺസെപ്റ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രാൻഡിങ് ആയിട്ടുള്ള അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവം സഹായിച്ചിട്ട് എന്തായാലും വരുന്ന 1-2 ആഴ്ച കൊണ്ട് ആഴ്ചയിൽ 2,10,000 വരെയുള്ള ആ ഒരു എമൗണ്ടും ഞാൻ വാങ്ങിയെടുക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു വലിയ കാര്യമല്ല. കാരണം 20 പേര് ഓർഗ് 1-ലും 2-ലും ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾ 20 ആൾക്കാരെ ഓർഗ് 1-ലും 2-ലും ഉണ്ടെങ്കിൽ അവരിലൂടെ ഒരാഴ്ചയിൽ ഒരു 1 lakhന്റെ ടേൺ ഓവർ പ്ലാൻ ചെയ്താൽ, നിങ്ങൾക്കും സീലിംഗ് അച്ചീവർ ആയിട്ട് മാറും. ഇന്ന് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടീമിൽ അത്തരത്തിലുണ്ട്. അതുകൊണ്ടാണ് വരുന്ന 1-2 ആഴ്ച കൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള, ഞാൻ ഈ ജൂൺ 28 അതിനുള്ള ടാർഗറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് മുന്നോട്ടേക്ക് നയിക്കുക നമ്മളെ. അത്തരത്തിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ അടുത്തൊരു വണ്ടി ഏകദേശം 50 ലക്ഷം രൂപ വില വരുന്ന, 50 67 ഇപ്പോൾ ഓൺ റോഡിൽ അറിയാൻ സാധിച്ചത്. ഫോർഡിന്റെ എൻഡവർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് അടുത്തൊരു വണ്ടിയായിട്ട് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഞാനിപ്പോ അടുത്ത സ്ഥലത്ത് എന്തായാലും ഒരു കൊച്ചു വീട്, അത് എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്നാലും ചുമ്മാ വീട് എടുത്തു എന്നുള്ളൊരു പേര്. കാരണം എനിക്ക് ഓൾറെഡി ഒരു വീടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്റെ ചേച്ചി കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ എനിക്കുള്ള വീട് എനിക്കുള്ളത് തന്നെയാണ്. പിന്നെ അവിടെ ഞാനൊരു ഡ്രീം ഹോം ഒന്നും പണിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് ഡ്രീം ഹോം എല്ലാം ഞാൻ ആഗ്രഹിച്ച കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിന്റെ ചിത്രമെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആർട്ടിസ്റ്റ് ഫാമിലിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ചിത്രമെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. ആ ചിത്രമൊക്കെ കണക്കായിട്ട് അത്തരത്തിലുള്ള ഡ്രീം ഹോം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. അതിന് ദൈവം സഹായിച്ചിട്ട് ആയുസ് ആരോഗ്യം തന്നാൽ മതി എന്നുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഒരിക്കലും ദൈവത്തോട് നമ്മൾ വിജയിപ്പിക്കാൻ വേണ്ടി പറയരുത്. അതും കൂടി ചങ്ങാനെ ഏൽപ്പിച്ച പിന്നെ നമ്മൾ എന്തിനാ? ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് വിജയിക്കലല്ല, ഞാൻ വിജയിച്ചോളും. അതിനുള്ള കരുത്ത് അതേപോലെ ആയുസ്സും ആരോഗ്യവും ഒന്ന് തന്ന് അനുഗ്രഹിക്കണം എന്ന് മാത്രമുള്ള ഒറ്റ ഒരു പ്രാർത്ഥനയുള്ളൂ. ബാക്കിയൊക്കെ നമ്മളങ്ങ് ചെയ്തേക്കണം. താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ വെറുതെ അല്ലല്ലോ. അപ്പൊ അത്തരത്തിൽ അവസരം നമ്മളിലേക്ക് എത്തിച്ചെന്നിട്ടുണ്ട്. ഇതിനെ ശക്തമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരിക്കലും ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഓരോ കൊച്ചു അവസരങ്ങളും ശക്തമായിട്ട് ഉപയോഗിക്കുക. ഒരു ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ അവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും നന്നായിട്ട് വരുമാനം മേടിക്കാൻ തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ അവസരം. ഇതാണ് നിങ്ങളെ വലിയ രീതിയിലേക്ക് കൊണ്ടുവന്നത്. ടീം കോർഡിനേറ്റർ റാങ്കിൽ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഈ മാസവും എന്റെ പെർഫോമൻസ് ബോണസ് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. എന്റെ പോസ്റ്ററൊക്കെ വന്നു. കാരണം ആദ്യത്തെ ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, ടീം കോർഡിനേറ്ററിനെ ഇപ്പോൾ റാങ്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം, ടീം കോർഡിനേറ്റർ റാങ്കിന് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ സവിശേഷതയാണ് പെർഫോമൻസ് ബോണസ്. അതൊരു അവസരമാണ്. അതിനെ അവസരമായിട്ട് കാണണം. ആ അവസരം എന്തായാലും ഞാൻ നേടിയെടുക്കും എന്നുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതേപോലെ റീറ്റെയിൽ ചെയ്യാനുള്ള അവസരം. ഓക്കെ, അതായത് 4 പ്രോഡക്റ്റ് എടുത്തിട്ട് 4 ആളെടുത്ത് പോകുന്ന സമയത്ത് സത്യത്തിൽ അതിനൊരു അവസരമായിട്ട് കാണണം. എനിക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ആയുഷ് എന്നുള്ള ഒരു വലിയൊരു പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ക്വാളിഫിക്കേഷൻ എനിക്കില്ല. ഓക്കെ, പക്ഷെ എനിക്ക് ആ ഒരു അവസരം കിട്ടിയതാണ്. ആ അവസരത്തിനെ ഞാൻ അവസരമായിട്ട് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരാൾ വാങ്ങുന്നില്ലെങ്കിലും എനിക്കത് കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ എന്നുള്ള തീരുമാനം എടുക്കണം. അപ്പൊ അത്തരത്തിൽ ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങളും അവസരമായിട്ട് കരുതണം. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ലീഡർ, അഥവാ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ലീഡർ വലിയ വിജയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതും ഒരവസരമായിട്ട് കരുതണം. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാനുള്ള ഒരവസരം. ഇന്ന് നമുക്കറിയാം റോയൽ ഡയമണ്ട് മുബീൻ സാർ മന്ത്ലി 1 CR നമ്മൾ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. അതേപോലെ നമ്മുടെ WTC ലീഡേഴ്സ്, അതേപോലെ ITC ലീഡേഴ്സ്, അതേപോലെ CTC ലീഡേഴ്സ്, NTC ലീഡേഴ്സ്, ഇങ്ങനെയുള്ള പല ലീഡേഴ്സും ഉണ്ട്. ഓക്കെ, ഈ ലീഡേഴ്സിന്റെ കൂടെയൊക്കെ ഒന്ന് ചേർന്ന് നിൽക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ബിസിനസ്സിനെ കാണാൻ സാധിച്ചാൽ, ഓക്കെ, ഒറ്റ കാര്യമുള്ളൂ, വലിയ വിജയം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവസാന ഒരു പോയിന്റും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് പൈസക്കാരെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. നമുക്കൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, എനിക്ക് പൈസക്കാരെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഉള്ള കാര്യം പറയാലോ. കാരണം നമുക്കൊക്കെ സത്യത്തിൽ നമുക്ക് പൈസക്കാരനാവണം, എന്നാൽ പൈസക്കാരന് ഇഷ്ടമല്ല. ഈ രീതിയിൽ പോയാൽ നമ്മൾ എപ്പോഴും പൈസക്കാരനാവും. കാരണം ഒറ്റ കാര്യം, സിനിമാ നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് സിനിമാ നടന്മാർ ആരും ഇഷ്ടമല്ല, പിന്നെ അവൻ സിനിമാ നടനാവും. ഓക്കെ, അവരിൽ നിന്ന് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പൈസക്കാരനാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പന്നനാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പന്നന്മാരെ ഇഷ്ടപ്പെടണം. അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അത്തരത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന സാമ്പത്തികമായിട്ട് വലിയ ഫിനാൻഷ്യൽ
സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവരെ ഇഷ്ടപ്പെടണം, അവരെ കൂടെ നിൽക്കാൻ തയ്യാറാണോ, അതൊരു അവസരമായിട്ട് എടുക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയ വിജയങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മൾ ഓരോ ദിവസവും ഈ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ തന്നെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മുന്നോട്ടേക്ക് വെച്ചിട്ട്. ഓക്കെ, അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം നിങ്ങൾ ഓരോരുത്തരും എടുക്കുക എന്നുള്ളതാണ്. ഒറ്റ കാര്യമുള്ളൂ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ ഹാഫ് വേ പിന്നിട്ടു, അതായത് പകുതി ദൂരം പിന്നിട്ടു. ഓക്കെ, അതേ വേണ്ടു. ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ടും അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. ആ പ്രവർത്തനങ്ങൾ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തിലെത്തിക്കും. ഓക്കെ, ഇവിടെ വേറെ മാജിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ ശക്തമായൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇന്ന് ആദ്യം തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഈ ഒരു ിലേക്ക് വെച്ചിട്ട് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് എനിക്ക് ഉള്ളൂ. ഇന്ന് ഈ ലെവലിലൊക്കെ എനിക്ക് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടൊക്കെ പോയിട്ടുണ്ടാവും. കാരണം എക്സ്പീരിയൻസ് ആണ്, ഒന്നും മാറ്റാൻ പറ്റില്ല, ഓർമ്മയുള്ള കുറെ കാര്യങ്ങളാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ ഒറ്റ കാര്യം, എന്റെ ലാംഗ്വേജ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കാനുള്ളത് ഇന്ന് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ സനൂപ് സത്യൻ സാറിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ബിഗ് താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. കാരണം ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്റെ സ്പീക്കിംഗ് സ്കിൽ ഞാൻ അറിയാതെ തന്നെ വർദ്ധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ വിജയം ക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മൈ ലൈഫ് സ്റ്റൈൽ ഓപ്പർച്യൂണിറ്റി മാറട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ശക്തമായൊരു തീരുമാനം എടുക്കുക, വിജയിക്കാനുള്ള തീരുമാനം എടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വിജയമാകാൻ വേണ്ടി സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹവും നമുക്കറിയാം. നമ്മളെ ഇന്ന് മേലെ നിന്ന് നോക്കിക്കാണുന്നുണ്ട് ഒരാൾ എന്നൊക്കെ പറയുന്നു. അപ്പൊ ആ മേലെ നിന്ന് നോക്കിക്കാണുന്ന ആള് തീരുമാനം എടുത്ത ആൾക്കാരെ മാത്രമേ കൂടെ നിർത്തുള്ളൂ. അതും കൂടി മനസ്സിലാക്കുക. അത്തരത്തിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാവുക. ലിമിറ്റേഷൻ ഒക്കെ ക്രോസ് ചെയ്ത് വലിയ രീതിയിലുള്ള വിജയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നാളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും നല്ല വരുമാനം മേടിക്കുന്ന, ഏറ്റവും നല്ല നേട്ടങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഒക്കെ മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമപ്പെടുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. താങ്ക് യു.